ക്രിക്കറ്റ് ലോകകപ്പിന്റെ കാലമായതുകൊണ്ട് ക്രിക്കറ്റ് ഭാഷയിൽ തുടങ്ങാം. ജയിക്കാനുള്ള സാധ്യത എല്ലാമുള്ള ഒരു ടീം, പക്ഷേ വിക്കറ്റുകൾ അനാവശ്യമായി വലിച്ചെറിഞ്ഞ് പരാജയത്തിന്റെ തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്നു. അങ്ങനെയൊരു ടീമിനെ നാം എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അത്തരമൊരു ടീമിന്റെ അവസ്ഥയിലായിരിക്കുന്നു കേരളത്തിലെ ഭരണപക്ഷം. പ്രതിപക്ഷം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയതിനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നതിന് പകരം സ്വയം കുഴിതോണ്ടി അതിൽ വീണുകൊണ്ടിരിക്കുന്നു ഭരണക്കാർ. KM മാണി 13ാം ബജറ്റ് അവതരിപ്പിച്ച ദിവസം നിയമസഭയിൽ ഉണ്ടായതെല്ലാം നാട്ടുകാർ കണ്ടു. അതിന്റെ പേരിൽ 5 പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. അധ്യക്ഷവേദിയിൽ നടത്തിയ അക്രമങ്ങളുടെ പേരിലായിരുന്നു നടപടി. അതുവരെ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ചർച്ച പോലും കൂടാതെ ബജറ്റ് പാസാക്കി സഭ തൽക്കാലത്തേക്ക് പിരിയുകയും ചെയ്തു. നിയമസഭയിൽ സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ഇനി അവസരമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഗുരുതരമായ ആരോപണവുമായി ജമീല പ്രകാശം MLA രംഗത്ത് വന്നത്. സഭയിൽ വെച്ച് K. ശിവദാസൻ നായർ തന്നോട് മോശമായാണ് പെരുമാറിയതെന്നും ആ പെരുമാറ്റം സ്ത്രീ പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്നും ചിത്രങ്ങളുടെ സഹായത്തോടെ സമർത്ഥിക്കാനുള്ള ശ്രമമാണ് ജമീല പ്രകാശം നടത്തിയത്. യാഥാർത്ഥ്യം എന്തായാലും ജമീല പ്രകാശത്തിന്റെ അവതരണം വിശ്വസനീയമായി തോന്നിപ്പിച്ചു. ഭരണക്കാരെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു. കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുമിച്ചിരിക്കുന്നു കാണാവുന്ന കാഴ്ച. ഇത് മറിയാമ്മയുടെ മക്കളെ മുമ്പിലിട്ട് കാണിക്കോ? കൂടെ ഇരുന്ന് കാണുമോ? മുഖ്യമന്ത്രി കൂടെ ഇരുന്ന് കാണുമോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ഞങ്ങൾ തകർത്തെന്ന് പറയുന്നു, ഞങ്ങളുടെ പുരുഷ സഖാക്കൾ തകർത്തെന്ന് പറയുന്നു. അവർ ഇത്രയല്ലേ ചെയ്തു? ഇതിനെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ മാറ്റിയിട്ട് അരക്കിലാക്കുന്നതാണ് അവർ ചെയ്തത്. സഭാ നേതാവും സഭാനാഥനും അരക്കിലാണ് തരാം. ആ അരക്കില്ലത്തിൽ അവർ ചുട്ടുകൊല്ലാൻ നോക്കിയത് സ്ത്രീകളുടെ അന്തസ്സിനെ, സ്ത്രീകളുടെ സ്വകാര്യതയാണ്. ഇതിനു മറുപടി പറഞ്ഞ കോൺഗ്രസുകാർക്ക് തന്ത്രപരമായ പാളിച്ച പറ്റി. സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ജമീല പ്രകാശം ചിത്രങ്ങളുടെ തെളിവുകളുമായി രംഗത്ത് വരുന്നത്. ചിത്രങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നീക്കം തകർക്കുന്നതിന് പകരം എന്തു നടന്നു നടന്നില്ല എന്ന തർക്കത്തിലേക്ക് ചെന്നു വീഴുകയായിരുന്നു ആരോപണ വിധേയരായവരും മറ്റു കോൺഗ്രസ് നേതാക്കളും. തിരിച്ചടിക്കാൻ തുടങ്ങിയ കോൺഗ്രസുകാർക്ക് ഇവിടെ നിന്നാണ് അടിതെറ്റി തുടങ്ങിയത്. പിന്നെ തൊട്ടതും പിടിച്ചതും പറഞ്ഞതുമെല്ലാം പിഴച്ചു. പ്രതിപക്ഷത്തിന്റെ പക്കലുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന പണിയാണ് ഭരണക്കാരും അവരുടെ നേതാക്കളും എല്ലാം ചേർന്ന് മത്സരിച്ച് ചെയ്തത്. അത് പിന്നെ കോൺഗ്രസിൽ ആൺപെൺ ചേരിതിരിവായി. മുന്നണിയിൽ തമ്മിൽ പിണക്കവും പരാതിയുമൊക്കെയായി വിവാദം വളർന്നു. നിയമസഭയിൽ നടന്ന സംഭവങ്ങൾക്കപ്പുറം സ്ത്രീകളോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമീപനം എന്താണെന്ന് വെളിവാക്കുന്നതായിരുന്നു തുടർ സംഭവങ്ങൾ. വനിതാ MLA-മാരെ ഇടതുപക്ഷം ചാവേറാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അതൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രമേ പ്രതിപക്ഷം പോലും കണ്ടുള്ളൂ. എന്നാൽ നിയമസഭയിൽ വനിതകൾ നിയന്ത്രണം പാലിക്കണമായിരുന്നു എന്ന സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളെ ലളിതമായി കാണാൻ കഴിയില്ല. ഞങ്ങളെ ഒരു വനിതാ MLA-യും ആക്ഷേപിച്ചിട്ടില്ല, അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ വനിതാ MLA-മാർ സ്വഭാവത്തിലും ഒരു നിയന്ത്രണം വേണ്ടേ? വനിതകളായ എന്തുമാകാവുന്നുണ്ടോ? ബിജിമോൻ MLA നിൽക്കുന്നത് ജോസഫ് ആരക്കന്റെ സീറ്റിന്റെ മുകളിലാണ്, മാനസാരം പിടിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് സ്റ്റാമിന ഇല്ല, അവരെല്ലാം വീണു. തോമസ് ഐസക് വീണു, ശിവൻകുട്ടി വീണു, ലതിക വീണു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? സമരമുഖത്ത് സ്ത്രീകൾ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ അവരെ എന്തും ചെയ്യാമെന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? ഡൽഹി മാനഭംഗമുണ്ടായതിന് കാരണം സ്ത്രീകളുടെ അച്ചടക്കമില്ലായ്മയാണെന്ന പ്രതികളുടെ വാദം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ മന്ത്രിയുടെയും നിലപാട് പുറത്തു വരുന്നത്. എന്നാൽ ഇതിനു ശേഷവും കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ തികച്ചും സംസ്കാരശൂന്യമായിരുന്നുവെന്ന് പറയാതെ വയ്യ. ഒരു സ്ത്രീ നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ വാക്കുകളാണോ ഇതെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പലതും. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ KC അബുവിന്റെ പ്രതികരണം ജമീല പ്രകാശത്തെ ഉദ്ദേശിച്ചായിരുന്നുവെങ്കിലും അത് കോൺഗ്രസിലെ സ്ത്രീകൾക്ക് കൂടി അപമാനകരമാണ്. വിജു മോളും അവര് ഇങ്ങനെ അടുത്തിരിക്കുന്ന അതിനൊരു സിനിമയിലെ ഡയമണ്ട് നെക്ലേസിലെ ഒരു പാട്ടാണ് അതിനോട് ചേർത്തിട്ടുള്ളത്. സുപ്രസിദ്ധ സിനിമാ സംവിധായകനായ ബാലചന്ദ്ര മേനോനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സിനിമയിലെ ആ സീനിനേക്കാൾ കുറച്ചുകൂടി നന്നായത് ഈ ഷിബു ബേബി ജോണും
ഈ വിജു മോളും നിൽക്കുന്ന ആ രംഗങ്ങളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, രണ്ടുപേർക്കും പരാതിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, രണ്ടുപേരും എൻജോയ് ചെയ്തതായിട്ടാണ് സത്യത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കും അത് തോന്നി. 62 വയസ്സ് പ്രായമായ എനിക്ക് ഇത്രയും വർഷത്തെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുടുംബജീവിതമൊക്കെ നയിച്ചിട്ട്. സ്ത്രീകൾ ഇങ്ങനെ പണിയാൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അവരുടെ മുഖത്ത് പരിഭവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അനുഭവജ്ഞാനമൊക്കെ എനിക്കുണ്ട്. എനിക്കും തോന്നി രണ്ടുപേരും തീർച്ചയായും അതൊരു എൻജോയ് ചെയ്ത പോലെ ഒരു പരാതിയും വിജിമോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ശരിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. 60 വർഷത്തിലധികമായി സ്ത്രീകളോട് ഇടപെട്ടതിന്റെ അനുഭവം വെച്ച് ഇങ്ങനെയാണ് പറയാൻ കഴിയുന്നതെങ്കിൽ കെ.സി. അബു എന്ന രാഷ്ട്രീയ നേതാവിനൊപ്പം പ്രവർത്തിക്കേണ്ടി വന്ന സ്ത്രീകളെക്കുറിച്ച് സഹതപിക്കാനേ കഴിയൂ. കെ.സി. അബുവിന്റെ ആസ്വാദന ശ്രമത്തിന് ആരും നിന്നുകൊടുത്തിട്ടില്ല എന്ന് തന്നെ കരുതാം. ഇത്തരത്തിൽ ചിന്തിക്കുകയും പെരുമാറുകയും പരസ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാവിനൊപ്പം പ്രവർത്തിക്കാൻ ഇനി എത്ര സ്ത്രീകൾ തയ്യാറാകും? ഏതായാലും കെ.സി. അബുവിന്റെ അഭിപ്രായം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പലരും പലതും പലയിടത്തും പറഞ്ഞു കഴിഞ്ഞിരുന്നു. പിടിച്ചു നിൽക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുതുമയല്ല. പക്ഷേ അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് തരം താണിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിയമസഭയിൽ ബജറ്റ് ദിവസം ഭരണപക്ഷത്തിന് വേണ്ടി കായികമായി തന്നെ പ്രതിരോധം സൃഷ്ടിച്ച MLA-മാരിൽ ഒരാളാണ് M.A. വാഹിദ്. വാഹിദിന് സ്വന്തം മണ്ഡലത്തിൽ നൽകിയ സ്വീകരണത്തിലാണ് ES ബിജിമോൾക്കെതിരെ മോശമായ പരാമർശം നടത്തിയത്. ഷിബു ബേബി ജോണിന്റെ മുമ്പിലേക്ക് ഇരച്ചു വന്നത് ആരാണ്? ഇല്ല, ഐരാവതം വരും പോലെയാണ് ബിജിമോള് കയറി വന്നത്. ഐരാവതം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഐരാവതം വന്നാൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ ഷിബു ബേബി ജോണിനെ കൊണ്ട് ചെയ്തു. ഷിബു ബേബി ജോൺ കൈയെടുത്തില്ല, കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ. പ്രേമസല്ലാപത്തിൽ മുഴുകി ബിജിമോള് ഷിബുവിന്റെ കൂടെ ഒതുങ്ങി നിന്നതല്ലാതെ സമ്മർദ്ദം ചെലുത്തിയില്ല. നിയമസഭയിൽ ബിജിമോളുടെ വരവിനെക്കുറിച്ചും നിൽപ്പിനെക്കുറിച്ചുമാണ് M.A. വാഹിദ് ഈ പരാമർശം നടത്തിയത്. നിയമസഭയ്ക്കുള്ളിൽ വാഹിദിന് ഒരു കണ്ണും ഒരു മനസ്സും, നിയമസഭയ്ക്ക് പുറത്ത് മറ്റൊന്ന് എന്ന് കരുതാനാവില്ല. തന്റെ മുന്നിലേക്ക് വരുന്ന ഏതൊരു സ്ത്രീയെയും ഐരാവതമായും മാൻപേടയായും വെട്ടുപോത്തായും മാത്രമേ കാണാനാകൂ, അതിനപ്പുറം ഒരു വ്യക്തിയായി കാണാൻ കഴിയുന്നില്ലെന്നാണോ വാഹിദ് എന്ന ജനപ്രതിനിധിയുടെ വാചാലതയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏതായാലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇടതു വനിതാ MLA-മാർക്കെതിരെ വിമർശനം ഉന്നയിച്ച മഹിളാ കോൺഗ്രസുകാർ തന്നെ പ്രശ്നം സ്ത്രീകൾക്ക് നേരെയുള്ള ആക്ഷേപമായി മാറിയപ്പോൾ രംഗത്ത് വന്നു. അത്രയും നല്ലത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് കെ.സി. അബുവിനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അങ്ങേയറ്റം അപക്വമായിട്ടുള്ള ആ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയുവാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യങ്ങൾ ഇത്ര വഷളായതോടെ കോൺഗ്രസ് നേതൃത്വം അവസരത്തിനൊത്തുയർന്നു. KPCCയുടെ ഇടപെടൽ ഉടനുണ്ടായി. രാഷ്ട്രീയ തർക്കം വേറെ, കോൺഗ്രസ് നേതാക്കൾ തന്നെ ജനപ്രതിനിധികളായ സ്ത്രീകളെ അപമാനിക്കുന്നത് വേറെ. ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കെ.സി. അബുവിൻ്റേത് അടക്കമുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. VM സുധീരൻ കടുത്ത നിലപാടെടുത്തതോടെ കെ.സി. അബുവിന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് പാർട്ടി നിർദ്ദേശിക്കുകയാണ് എത്രയും പെട്ടെന്ന് പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ വനിതാ MLA-മാരിൽ ചിലരെ സംബന്ധിച്ച് നടത്തിയ അഭിപ്രായം പിൻവലിച്ച് മാപ്പ് പ്രകടിപ്പിക്കണം എന്ന നിർദ്ദേശം കർശനമായി നൽകിയിരിക്കുകയാണ്. ഇതുണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതായിരിക്കും. മുൻപും പാർട്ടി വേദികളിൽ കെ.സി. അബു കോൺഗ്രസിലെ സ്ത്രീകൾക്കെതിരെ തന്നെ മോശമായ പരാമർശം നടത്തുകയും പാർട്ടിയിലെ സ്ത്രീകൾ അതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അതിങ്ങനെ പരസ്യമായിരുന്നില്ല. ഇതിപ്പോൾ കണക്ക് തീർത്ത് കിട്ടി. പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, അതോ സ്ത്രീ വിരുദ്ധത ഇടയ്ക്കിടെ തികട്ടി വരുന്നതുകൊണ്ടാണോ, അതുമല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ടാണോ എന്നറിയില്ല. പത്രസമ്മേളനത്തിലെ പിഴവിന് നേരിട്ട് മാപ്പ് പറയാതെ വാർത്താക്കുറിപ്പിറക്കി കെ.സി. അബു തടി തപ്പി. എന്നാൽ അത് അവിടം കൊണ്ടും തീരുന്നില്ല. ES ബിജിമോളെയും UDF-ന്റെ മന്ത്രിയായ ഷിബു ബേബി ജോണിനെയും ചേർത്താണ് അബു മോശമായി പറഞ്ഞത്.
അബുവിനെതിരെ മന്ത്രി ഷിബു ബേബി ജോൺ പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയതോടെ നിയമസഭയിലെ അടിപിടി അക്രമത്തിന്റെ പേരിൽ പ്രതിരോധത്തിലായ ഇടതുപക്ഷം വീണ്ടും തലപൊക്കി തുടങ്ങി. അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ എനിക്ക് പറയാനുള്ളത് ദുഷ്ടന് ദുഷ്ടവിചാരം, കള്ളന് കള്ളവിചാരം എന്നുള്ളതാണ്. ഇത് വളരെ മാന്യമായി ഉള്ള ഇടപെടൽ, അത് സഭ പിരിഞ്ഞ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് പോകല്ലെന്ന് ഞാൻ ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും അത് കേട്ട് ഒരു നിയമസഭാ സാമാജികയുടെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അത് കേട്ട് പിന്തിരിഞ്ഞതിനെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. മന്ത്രി ഷിബു ബേബി ജോൺ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാവിനെതിരെ പരാതി പോയിട്ടൊന്നും വലിയ കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. KC അബുവിന്റെയും MA വാഹിദിന്റെയും പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ES ബിജിമോൾ പോലീസിന് തന്നെ പരാതി നൽകി. നിയമസഭയിലെ അതിക്രമങ്ങളുടെ പേരിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് പോലീസ് കേസെങ്കിൽ തിരിച്ച് മന്ത്രി ഷിബു ബേബി ജോണിനും KC അബുവിനും MA വാഹിദിനും എതിരെയുള്ള കേസ് സ്ത്രീത്വത്തെ അപമാനിക്കലിനാണ്. K. ശിവദാസൻ നായർക്കെതിരെ ജമീല പ്രകാശവും മറ്റു വനിതാ MLA-മാരും പോലീസിൽ തന്നെ പരാതി കൊടുക്കുന്നുമുണ്ട്. മൊത്തത്തിൽ വാദി പ്രതിയാകുന്ന അവസ്ഥ. ഇത് കോൺഗ്രസുകാർ വടികൊടുത്ത് വാങ്ങിയ അടിയാണ്, നല്ല ചുട്ട അടി. KM മാണിയെ സംരക്ഷിക്കാൻ പോയ കോൺഗ്രസിനും UDF-നുമാണ് ഇന്നിപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. KM മാണിക്ക് വേണ്ടി വാദിച്ച് നാക്ക് പിഴച്ചത് KC അബുവിനും MA വാഹിദിനും മാത്രമല്ല, സാക്ഷാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അബദ്ധം പറ്റി. സംഗതി സ്ത്രീവിരുദ്ധ പരാമർശമൊന്നും അല്ലെങ്കിലും ആവേശത്തിൽ പറഞ്ഞപ്പോൾ അതൊരു വലിയ മണ്ടത്തരമായി. എനിക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു വ്യക്തി എനിക്കൊരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സന്ദേശം അയച്ചു. ഞാൻ കൊലയാളിയാണ്, പക്ഷേ സാർ ഞാൻ ഈ ജയിലിൽ കിടക്കുന്നു. ഞങ്ങൾ പോലും നാണിച്ചു പോയ സംഭവമാണ് ഇന്നലെ നിയമസഭയിൽ നടന്നത് എന്ന് പറഞ്ഞാണ് അയച്ചത്. നിരവധി ആളുകൾ പ്രതിപക്ഷം നിയമസഭയിൽ കാണിച്ചുകൂട്ടിയത് നിയമസഭയ്ക്കും കേരളത്തിന് തന്നെ നാണക്കേടായെന്നും അത് ജനങ്ങളിലാകെ പ്രതിപക്ഷത്തിനെതിരായ വികാരമുണ്ടാക്കിയെന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയാൻ ശ്രമിച്ചത്. അതിന് കൂടുതൽ വിശ്വാസ്യത വരുത്താൻ വേണ്ടിയാകണം ജയിലിൽ നിന്ന് കൊലയാളിയുടെ വിളി പോലും വന്നു എന്ന് പറഞ്ഞത്. അതായത് ഒരു കൊലയാളിക്ക് പോലും തെറ്റായി തോന്നിയ പ്രവൃത്തിയാണ് നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയത്. ഇക്കാര്യം അതേപോലെ പൊതുവേദിയിൽ പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു കാര്യം മറന്നുപോയി. ജയിൽ പുള്ളികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് അനുവാദമില്ല എന്ന കാര്യം. ഒന്നുകിൽ ജയിൽ ചട്ടം ലംഘിച്ച് ജയിലിൽ കഴിയുന്ന കൊലയാളി ആഭ്യന്തരമന്ത്രിക്ക് മൊബൈലിൽ സന്ദേശമയച്ചു, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവതരിപ്പിച്ച കഥയ്ക്ക് അല്പം നിറം കൂടിപ്പോയി. നിറം കൂടിയ കഥയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന കെണി മന്ത്രി തിരിച്ചറിഞ്ഞില്ല. ഏതായാലും തടി കേടാകാതെ മറുപ്രസ്താവനയിറക്കി ആഭ്യന്തരമന്ത്രി വിവാദത്തിൽ നിന്ന് തലയൂരി. ആരോപണ വിധേയനായ KM മാണി ബജറ്റ് അവതരിപ്പിച്ചതാണ് അനിഷ്ട സംഭവങ്ങൾക്ക് എല്ലാം കാരണം. ബഹളത്തിനിടയ്ക്ക് ബജറ്റ് മുങ്ങിപ്പോയി. പക്ഷേ ഒരു ബജറ്റിനെ മന്ത്രിയും സർക്കാരും വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു രാത്രി മുഴുവൻ നിയമസഭയിൽ കാത്തിരുന്ന് അവതരിപ്പിച്ചതാണ് KM മാണിയുടെ 13ാം ബജറ്റ്. ബജറ്റ് വിറ്റ് കാശാക്കുന്ന മന്ത്രിയാണ് KM മാണിയെന്ന് പ്രതിപക്ഷം നാടെങ്ങും പ്രചരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ചാൽ നിയമസഭയിൽ ചോരപ്പുഴ ഒഴുകുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ KM മാണി കനത്ത സുരക്ഷാ വലയത്തിൽ നിയമസഭയിലെത്തി. ബജറ്റ് അവതരിപ്പിച്ചു എന്ന് വരുത്തി. ഈ സർക്കാരിന്റെ 5ാമത്തെയും എന്റെ 13ാമത്തെയും ബജറ്റാണ് മഹനീയമായി സഭയ്ക്ക് മുമ്പാകെ. ഈ അവതരണത്തിനിടയിൽ അരിക്കും മുളകിനും തുണിക്കുമൊക്കെ വില കൂടുമോ കുറയുമോ എന്നൊന്നും ആർക്കും മനസ്സിലായില്ല. 6 മിനിറ്റ് കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അക്കാര്യമൊക്കെ എന്തിനു പറയുന്നുവെന്ന് KM മാണിയും വിചാരിച്ചിട്ടുണ്ടാകും. പിന്നീട് ബജറ്റിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അരിക്കും ഗോതമ്പിനും മറ്റ് അവശ്യ സാധനങ്ങൾക്കും നികുതിയും പെട്രോളിനും ഡീസലിനും സെസ്സും ഏർപ്പെടുത്തുന്ന ബജറ്റാണ് ഈ ബഹളത്തിനിടയിൽ വായിച്ചു തീർത്തതെന്ന് മനസ്സിലായത്. ഏതായാലും ബജറ്റ് അവതരിപ്പിച്ച വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച സഭ വീണ്ടും ചേർന്നു. ബജറ്റിന്മേൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചർച്ച നടത്തേണ്ട ദിവസമാണിത്. പക്ഷേ അന്ന് പ്രതിപക്ഷ MLA-മാർക്കെതിരെയുള്ള നടപടിയുടെ പേരിൽ സഭ അലസിപ്പിരിഞ്ഞു.
ബജറ്റിന്മേൽ ഒരു ചർച്ചയുമില്ലാതെ. ഗുണമായാലും ദോഷമായാലും ബജറ്റ് എന്ന സാമ്പത്തിക രേഖയെക്കുറിച്ച് നിയമസഭയിൽ ഒരു ചർച്ച നടക്കേണ്ടത് തന്നെയായിരുന്നു. അതുണ്ടായില്ലെങ്കിലും കെ.എം. മാണി ഒരു പ്രഖ്യാപനം നടത്തി. അവശ്യ സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതികൾ പിൻവലിക്കുന്നു എന്നായിരുന്നു അത്. അരി ഉൽപ്പന്നങ്ങൾ ഗോതമ്പ് എന്നിവയ്ക്ക് 1%, മൈദ, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% ഏർപ്പെടുത്തിയിരുന്ന നികുതിയും പഞ്ചസാരയ്ക്ക് ഏർപ്പെടുത്തിയ 2% നികുതിയും വെളിച്ചെണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ 1% നികുതിയും ഞാൻ ഇതിനാൽ പിൻവലിക്കുന്നു. അപ്പോൾ 260 കോടി രൂപയുടെ നികുതി ഇളവ് ഇതിനാൽ പ്രഖ്യാപിക്കുകയാണ് സർ. 260 കോടി രൂപയുടെ ഇളവുകളാണ് നിയമസഭയിൽ ഒരംഗം പോലും ആവശ്യപ്പെടാതെ കെ.എം. മാണി പ്രഖ്യാപിച്ചത്. സാധാരണക്കാരന് ആശ്വാസമാകുന്ന നടപടി തന്നെ സംശയമില്ല. പക്ഷേ ഇത്ര ലാഘവത്തോടെ നികുതികൾ പിൻവലിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് അത് ബജറ്റിൽ ചേർത്തത്? ബജറ്റ് തയ്യാറാക്കലിന് ഇത്രയും ഗൗരവമേ ഉള്ളൂ. നിയമപരമായും സാങ്കേതികമായും ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്താനോ പുതിയത് കൂട്ടിച്ചേർക്കാനോ മന്ത്രിക്ക് അവകാശമുണ്ട്. അത് ബജറ്റ് ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ പറയുന്ന പതിവാണുള്ളത്. എന്നാൽ ഇവിടെ നികുതി കൂട്ടുകയും എടുത്തുകളയുകയും ചെയ്ത കാര്യത്തിൽ ബജറ്റ് എന്ന സങ്കല്പത്തോട് തീരെ നീതി പുലർത്താത്ത രീതിയിലാണ് മന്ത്രിയും സർക്കാരും പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടി വരും. ഇവിടം കൊണ്ടും തീരുന്നില്ല പ്രശ്നം. 260 കോടി രൂപയുടെ കുറവിന് പകരമായി അധിക വിഭവ സമാഹരണത്തിന് മന്ത്രി എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതൊന്നുമില്ലെങ്കിൽ ഇത്തരം ബജറ്റ് അവതരണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സ്പീക്കർ എന്ന വാക്കിനർത്ഥം സംസാരിക്കുന്നയാൾ എന്നാണ്. എന്നാൽ നിയമനിർമ്മാണ സഭകളിലെ സ്പീക്കർമാർക്ക് സംസാരിക്കാനുള്ള അവസരം പരിമിതമാണ്. സഭ നിയന്ത്രിക്കലാണ് അവരുടെ ചുമതല. സഭയ്ക്ക് പുറത്ത് സംസാരിച്ചാൽ തന്നെ എന്തൊക്കെ സംസാരിക്കാം എന്ന കാര്യത്തിൽ ചില കീഴ്വഴക്കങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ പുതിയ സ്പീക്കർക്ക് അക്കാര്യങ്ങളെക്കുറിച്ച് നല്ല വശമില്ല എന്ന് തോന്നുന്നു. പേരിൽ ശക്തനാണ് നമ്മുടെ പുതിയ സ്പീക്കർ. പക്ഷേ കേരളത്തിലെ നിയമസഭ പോലെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതിൽ ചില ദൗർബല്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ചൂടുപിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ. നിയമസഭയിൽ ആദ്യ ദിവസം മുതൽ തന്നെ അഗ്നിപരീക്ഷയെ നേരിടേണ്ടി വന്ന സ്പീക്കറാണ് എൻ ശക്തൻ. സഭയിൽ ഭരണകക്ഷി എംഎൽഎമാർ ലഡു വിതരണം ചെയ്തിരുന്നു. സ്പീക്കറാകട്ടെ അത് കണ്ടില്ല. അവരെ ലഡു വിതരണം നടത്തുന്നത് ഞാൻ കണ്ടില്ല. കാരണം എന്റെ ഫ്രണ്ടിലെ പ്രതിപക്ഷ എംഎൽഎമാർ കയറി അത് നിറഞ്ഞിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് ചെന്ന് നിന്നപ്പോഴാണ് ഭരണകക്ഷി എംഎൽഎമാർ ലഡു വിതരണം ചെയ്തുവെന്നും അത് തെറ്റാണെന്നും സ്പീക്കർക്ക് തോന്നിയത്. ലഡു വിതരണം നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് തെറ്റാണ്. അത് ഞാൻ സഭയിൽ പറയുകയും ചെയ്യും. ലഡു വിതരണം തെറ്റാണെങ്കിൽ തന്നെ NSS ആസ്ഥാനത്തെ വരാന്തയിൽ ചെന്ന് നിൽക്കുമ്പോഴല്ല സ്പീക്കർക്ക് അത് തോന്നേണ്ടത്. ആരെയെങ്കിലും താക്കീത് ചെയ്യണമെങ്കിലും അത് നിയമസഭയിലാണ് പറയേണ്ടത്. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞതടക്കമുള്ള സംഭവങ്ങളിലും എംഎൽഎമാർക്കെതിരെ സ്പീക്കർ പരസ്യ പ്രതികരണം നടത്തിയത് സഭയ്ക്ക് പുറത്തു തന്നെയായിരുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്. അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്, ഒരു സംശയമില്ല. പ്രതിപക്ഷ എംഎൽഎമാർ ഭരണകക്ഷി എംഎൽഎമാരുടെ അടുത്ത് പോയി അവരെ സീറ്റിൽ പോയാണ് ഉപദ്രവിച്ചത്. അപ്പൊ തിരിച്ചു ഉപദ്രവിച്ചിരിക്കാം, അത് സ്വാഭാവികമാണ്. ബജറ്റ് അവതരണം ചട്ടപ്രകാരം നടന്നില്ല, സ്പീക്കർ കോൺഗ്രസുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നീ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരം ചില നടപടികൾ കൂടി സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്പീക്കറെ മോശമാക്കാൻ പ്രതിപക്ഷം കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുക തന്നെ ചെയ്തു. VS അച്യുതാനന്ദനാകട്ടെ സഭയിൽ സ്പീക്കർ നീക്കിയ പരാമർശങ്ങൾ പുറത്ത് പരസ്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും സാർ? ഇത് അങ്ങയ്ക്ക് മാത്രമല്ല, മുഴുവൻ MLA-മാർക്കും നിയമസഭയ്ക്കും പാർലമെന്റിന് തന്നെയും അപമാനമാണ് സാർ. നിയമസഭാ സ്പീക്കർ സഭാകാര്യങ്ങളിൽ നിഷ്പക്ഷനായിരിക്കുകയും സഭയ്ക്ക് പുറത്ത് സ്പീക്കറുടെ പദവിക്കനുസരിച്ച് പെരുമാറുകയും വേണം. അപ്പോഴാണ് ഇരുപക്ഷത്തിന്റെയും ബഹുമാനം കിട്ടുക. അതുണ്ടായില്ലെങ്കിൽ നിയമസഭയുടെ പ്രവർത്തനത്തെ തന്നെ അത് ബാധിക്കും. നിയമസഭയ്ക്ക് പുറത്തുള്ള ഇടപെടലുകൾ എങ്ങനെ വേണമെന്നതും സ്പീക്കർ സ്വയം ആലോചിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളും നേതാക്കളും സമുദായ സംഘടനകളുടെ ആസ്ഥാനത്തേക്കോ നേതാക്കളുടെ വീടുകളിലേക്കോ വഴിപാട് സന്ദർശനങ്ങൾ നടത്തുന്നത് പതിവാണ്. പക്ഷേ കേരളത്തിലെ ഒരു നിയമസഭാ സ്പീക്കറിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. സമുദായ നേതാക്കന്മാരുടെ ഓഫീസ് സന്ദർശിക്കുന്നത് ശരിയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോയി, ഞാൻ വെള്ളാപ്പള്ളിയിൽ പോയി, ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ SIUC തിരുമേനിയെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്.
ഞാൻ നെയ്യാറ്റിൻകര തിരുമേനിയെ പോയി കണ്ടു, ഞാൻ വെള്ളയമ്പലം തിരുമേനിയെ പോയി. അപ്പം മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും കാണുന്നതിൽ ഒരു തെറ്റുമില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഞാനും ചെയ്തു. എൻ ശക്തൻ എന്ന രാഷ്ട്രീയക്കാരന് സമുദായ നേതാക്കളുടെ ആശീർവാദമോ പിന്തുണയോ ആവശ്യമായി വന്നേക്കാം. പക്ഷേ കേരള നിയമസഭയുടെ സ്പീക്കറായ എൻ ശക്തന് അതിന്റെ ആവശ്യമില്ല. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പ്രൊഡ്യൂസർ പറയാതെ വയ്യ, മനോരമ ന്യൂസ്, തമ്പാനൂർ, തിരുവനന്തപുരം.